അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ജനക്ഷേമത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ജനക്ഷേമം എന്താണെന്ന് നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ ഒരു ജനക്ഷേമം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് സൗദി അറേബ്യയിലെ ദമാം പീസ് റേഡിയോയിൽ നിന്നാണ്. സ്വാഭാവികമായും സൗദി അറേബ്യയിലുള്ള മലയാളികളായ ആളുകളുടെ ജനക്ഷേമം, ആളുകൾക്ക് വേണ്ട ജനക്ഷേമം പ്രോഗ്രാമാണ് ഇത് പ്രത്യേകിച്ചും. അതേപോലെ തന്നെ സൗദിയിലേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജനക്ഷേമം പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ നമ്മളുടെ പ്രത്യേക ഇൻവിറ്റേഷൻ പ്രകാരം ഇവിടെ എത്തിയിട്ടുള്ളത് റിയാദ് ബേസ് ആയിട്ടുള്ള റിയാദ് എംബസിയുടെ കീഴിൽ എന്ന് വേണമെങ്കിൽ പറയാം, റിയാദിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ലത്തീഫ് തെച്ചി സാഹിബാണ്. അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, കുറച്ച് കൂടുതൽ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഞാൻ പറയുന്നില്ല. ഒന്ന്, ഇസ്ലാമിക ദീൻ പ്രകാരം ഒരു വ്യക്തിയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത് അത് തെറ്റാണ്, ശരിയല്ല. അവൻ്റെ വായിൽ മണ്ണ് വാരിയിടണം എന്ന ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, ഇനി അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ, ഉദാഹരണത്തിന് ഈ വ്യക്തിയുടെ മേഖലകൾ പറഞ്ഞാൽ സൗദിയിലുള്ള മലയാളികളായ ആളുകൾക്ക് അതൊരു ഉപകാരമാവും. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇന്ന ആളെ സമീപിച്ചാൽ അതിനൊരു അന്ത്യം, ഒരു ഫൈനൽ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കറിയാൻ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും എന്നതുകൊണ്ട്. പക്ഷേ ഈ വരുന്ന യാത്രയിൽ ഇപ്പോൾ ഇദ്ദേഹം റിയാദിൽ നിന്ന് വന്ന് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് നിന്ന് ഞാൻ അദ്ദേഹത്തെ പിക്ക് ചെയ്ത് ഈ സ്റ്റുഡിയോയിൽ എത്തുന്നത് വരെ ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അത്തരം കാര്യങ്ങൾ പറയുന്നതും കേൾക്കുന്നതും ഇഷ്ടമല്ല. അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഈ ഒരു മേഖലയിൽ ഇറങ്ങിയ ബഹുമാന്യനായ ലത്തീഫ് സാഹിബിനെ ഒരിക്കൽ കൂടി ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിൻ്റെ അന്ത്യം വരെ നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളാണ് ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജബ്ബാർ സാഹിബ്, സന്തോഷം, അൽഹംദുലില്ലാ. പറയൂ. ഓക്കെ, ഞാൻ സത്യത്തിൽ 36 വർഷമായി സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിയാദാണ് ബേസ്ഡ്. പീസ് റേഡിയോയെക്കുറിച്ച് ഒരുപാട് കാലമായി കേട്ടിട്ടുണ്ട്, പക്ഷേ ജീവിത തിരക്കിനിടയിൽ അവിടെ മാത്രം കോൺസെൻട്രേറ്റ്. പക്ഷേ ഈ അനസ് വെമ്പായം ഇതിനു മുമ്പ് പലതവണ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടു, നിങ്ങൾ ദമാമിൽ വരുമ്പോൾ ഞങ്ങളൊന്ന് കാണണം, ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ തരണം, നമുക്ക് ചെയ്യാം. അൺഫോർച്ചുനേറ്റ്ലി അനസ് നാട്ടിലാവുകയും നിങ്ങളെ നമ്പർ തരികയും ചെയ്തു. അപ്പോൾ അൽഹംദുലില്ലാ ഇന്ന് റിയാദിൽ നിന്ന് ദമാമിലെത്തി, നാളെ കുടുംബസമേതം നാട്ടിലേക്ക് പോവാണ്. തീർച്ചയായിട്ടും ഞാനും 36 വർഷത്തിനിടയ്ക്ക് സൗദി അറേബ്യയിൽ നിന്ന് ദമാമെന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമാണത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമ്മർ സീസണായി, സ്കൂളുകളും മദ്രസകളൊക്കെ അടച്ചു, ടിക്കറ്റിന് ക്രമാതീതമായി വില കൂടി പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥ, വേദനിപ്പിക്കുന്ന അവസ്ഥയാണ്. ഇന്നൊരാളിനോട് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ 1100 റിയാലിനും 850 കിട്ടാനുണ്ട്, പക്ഷേ 3000 3200 ചോദിച്ച ടിക്കറ്റിന്റെ അവസ്ഥ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ലത്തീഫ് സാഹിബ്, ഈ പ്രോഗ്രാമിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ എന്നുണ്ട്. പക്ഷേ ചില ഒരു റേഡിയോ എന്നുള്ള ലിമിറ്റേഷൻ എന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്നാലും മാക്സിമം നമുക്ക് ശ്രമിക്കാം. എന്തായാലും ഈ ഏരിയയിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്വദേശം ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു. പിന്നെ എനിക്ക് സ്വദേശം 2 ഉണ്ട്. ഒന്ന്, എൻ്റെ പിതാവ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് മങ്കട പറച്ചിക്കോട്ടിൽ കുടുംബത്തിൽപ്പെട്ട പരേതനായ മുഹമ്മദ് ഹാജി സാഹിബാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമായി പാപങ്ങൾ പുറത്തുവിട്ട് സ്വർഗാവശികൾ ഉൾപ്പെടുത്തിട്ട് ആമീൻ. ഉമ്മ പനങ്ങാങ്ങര മഞ്ഞളാങ്കുഴി അലി MLA അയൽവാസിയായ പൂളക്കൽ മമ്മൂട്ടിയുടെ മകളാണ് എൻ്റെ ഉമ്മ, കുഞ്ഞിപ്പാത്തുമ്മ. അൽഹംദുലില്ലാഹ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ സെറ്റിലായത് കോഴിക്കോട് ജില്ലയിലെ അറിയപ്പെടുന്ന കക്കയം ഡാം സൈറ്റിൻ്റെ മലയടിവാരത്തുള്ള തെച്ചി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം തൊട്ടടുത്തുള്ള തലയാട് അങ്ങാടിയിലുമാണ്. കാരണം വാപ്പ 55 വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ നിന്ന് ജോലി അന്വേഷിച്ച് മങ്കടയിൽ നിന്ന് നടന്ന് വന്ന് കിനാലൂർ എസ്റ്റേറ്റ് എന്ന് പറയുന്ന 2500ഓളം ഏക്കറയുള്ള 550ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ കോഴിക്കോട് ജില്ലയിലെ എസ്റ്റേറ്റിലെ ഒരു സൂപ്പർവൈസറായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ജനിച്ച് വളർന്ന് സെറ്റിലായത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് കല്യാണം കഴിച്ച് കുടുംബസമേതം കോഴിക്കോട് ജില്ലയിൽ ഈ പറഞ്ഞ തെച്ചിയും കിനാലൂരും ഒക്കെ ആയിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഞാൻ ഇപ്പോൾ നമ്മളുടെയൊക്കെ ഒരു പ്രാർത്ഥന, ഇപ്പം നിങ്ങളുടെ
ഇപ്പോൾ ഉപ്പാനെ കുറിച്ചിട്ട് നിങ്ങൾ പറഞ്ഞപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥന വന്നു. അതുപോലെ തന്നെ പീസ് റേഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശം 55ഓളം രാഷ്ട്രങ്ങളിൽ മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ പീസ് റേഡിയോൻ്റെ ശബ്ദമുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ അവരിലൊക്കെ ഇത് കേൾക്കുമ്പോൾ അവരിൽ നിന്ന് ആരുടെയെങ്കിലും ഒരു പ്രാർത്ഥന കിട്ടിയാൽ മതിയാവുമല്ലോ. അള്ളാഹു പിന്നെ ഉപ്പാൻ്റെ കബറിടം വിശാലമായിക്കോട്ടെ. നാളെ നമുക്ക് പരലോകത്ത് നമുക്ക് ഒരുമിച്ച് കൂടാൻ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഓക്കെ, ഇനി എനിക്ക് വളരെ ചുരുക്കിയിട്ട് നമുക്ക് ഈ പല വ്യക്തികൾക്കും പല പാഷൻ ഉണ്ടാവും. പിന്നെ ജീവിതത്തിൽ ഡോക്ടറാവണം, അങ്ങനെ ആവണം എന്നൊക്കെ ഉണ്ടാവും. ലത്തീഫ് എന്ന വ്യക്തി സൗദി അറേബ്യയിൽ വന്ന് ഈ ജനക്ഷേമം അല്ലെങ്കിൽ ജനങ്ങളുടെ സേവിക്കണം എന്നുള്ള ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് എത്തി എന്നുള്ളതെന്ന്. ജബ്ബാർ സാഹിബ്, സത്യത്തിൽ ഞാൻ ജനിച്ച് വളർന്നപ്പോഴേ ഈ കിനാലൂർ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഈ തൊഴിലാളികൾ താമസിക്കുന്ന ഇടത്ത് തെച്ചി എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, സ്കൂളുകളില്ല, ഒന്നുമില്ലാതെ ഒറ്റപ്പെട്ടൊരു സ്ഥലമായിരുന്നു. എന്താ അങ്ങനെ? അതിൻ്റെ കാരണം ഈ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ബാലുശ്ശേരിയുടെയും താമരശ്ശേരിയുടെയും ഇടയിൽ പൂനൂരിൻ്റെയും മെഗരൂരിൻ്റെ ഇടയിൽ ഒരു ചെറിയ സ്ഥലമുണ്ട്, എസ്റ്റേറ്റ് മുക്ക്. ആ എസ്റ്റേറ്റ് മുക്കിൽ നേരെ കുത്തനെ പോയി കഴിഞ്ഞാൽ ഈ കക്കയം ഡാം സൈറ്റിൽ പണ്ട് രാജന ഉരുട്ടിയ സ്ഥലം എന്നൊക്കെ പറയുന്നത്, യെസ്, അവിടേക്ക് പോകുമ്പോൾ ഉള്ള ഒരു ഒറ്റയടി പാതയാണ് ഈ ഇടം. ഇതിൻ്റെ രണ്ട് സൈഡിലും കിനാലൂർ എസ്റ്റേറ്റിന്റെ 2500 വരുന്ന ഏക്കർ റബ്ബർ എസ്റ്റേറ്റുകൾ ഇടതൂർന്ന് നിൽക്കുകയാണ്. ഈ മരങ്ങൾ ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന ഇടയിൽ കൂടിയുള്ള ഒരു വഴിയാണ്, സുന്ദരമായ വഴി. അപ്പോൾ പ്രകൃതി രമണീയമായ മലയോര കുടിയേറ്റ കർഷക കോളനി സാധാരണ ആളുകൾ വസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ തെച്ചി എന്ന് പറഞ്ഞ പ്രദേശത്ത് നമ്മൾ ജനിച്ച് ജീവിച്ച് വരുമ്പോൾ അവിടെ കിനാലൂർ എസ്റ്റേറ്റിന് വർക്കേഴ്സ് ക്ലബിന് ഒരു ക്ലബ്ബുണ്ട്, ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും ഉണ്ട്, പിന്നെ ഈ പാടിയും ഒരു ചെറിയ മദ്രസയും ഒരു പള്ളിയും. ജുമയ്ക്ക് വേണ്ടി തലയാട്ടേക്ക് പോകണം, ഇല്ലെങ്കിൽ എസ്റ്റേറ്റേക്ക് നടന്നു വരണം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നീട് ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങളുമായി സംബന്ധിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഇപ്പോൾ എൻ്റെ വാപ്പ സൂപ്പർവൈസർ ആയതുകൊണ്ട് ഞങ്ങൾ താമസിക്കുമ്പോൾ ഒരു ക്വാർട്ടേഴ്സിൽ ഒരു സിറ്റ് ഔട്ടും ഒരു ബെഡ്റൂമും ഒരു കിച്ചണും, വളരെ ലിമിറ്റഡ് സ്പേസ്, അതായത് 5 വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ ഒരു അമ്മിയും ഒരു ഒരക്കല്ലും ഒരു പിന്നെ അതുപോലെ തന്നെ ഇടിക്കുന്ന ഒരു ഒരലും ഒരൊലക്കയാണ്. ഈ 5 വീട്ടുകാരും ഇത് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യണം. സ്വാഭാവികമായിട്ടും മഴയുള്ള സമയത്തും ഉണ്ടാവും. മഴയുള്ള സമയത്ത് ചിലപ്പോൾ വെച്ച് നിലത്തേക്ക് വീഴും, മണ്ണാവും. ഇപ്പൊ വരുന്നവരും ഇവരെന്തിനും അങ്ങോട്ട് എറിഞ്ഞത്. അങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് നമ്മളെ റൂട്ടീൻ ലൈഫിൽ ബാധിക്കുന്ന പ്രശ്നം എന്നുള്ളതിലേക്ക് ഒരു പരിഹാര മാർഗം എന്നുള്ളതിലേക്ക് നമ്മൾ നിർബന്ധിതമായി അതിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത്, സൊല്യൂഷൻ കണ്ടെത്തണം പ്രശ്നങ്ങൾക്ക്. യെസ്. അപ്പൊ അങ്ങനെ അൽഹംദുലില്ലാഹ് അള്ളാഹിന്റെ തൗഫീഖോട് കൂടി അവിടുത്തെ വർക്കേഴ്സ് ക്ലബിന്റെ സെക്രട്ടറി ആയി, തെച്ചി വികസന സമിതി സെക്രട്ടറി ആയി, മങ്കയം വട്ടോളി റോഡ് ടാറിൻ എന്നുള്ള കമ്പനിയുടെ ചെയർമാനായി, കിനാലൂർ എസ്റ്റേറ്റ് തെച്ചി വർക്കേഴ്സ് ക്ലബിന്റെ ഫുട്ബോൾ ടീമിന്റെ ടീം മാനേജറായി, ചേളന്നൂർ SN കോളേജിലെ ടീം മാനേജറായി, ദേവഗിരി കോളേജിലെ റിട്ടേണിംഗ് ഓഫീസറായി ഒക്കെ പൊതുരംഗത്ത് നമുക്ക് പ്രവർത്തിക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി സാധിച്ചിട്ടുണ്ട്. അതെ, 11 വർഷക്കാലം. അതായത് ഞാൻ സ്കൂളിൽ 7ാം ക്ലാസ് പഠിക്കുന്ന അന്ന് തൊട്ട് 23ാം വയസ്സിൽ സൗദിയിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ സാമൂഹ്യ സേവനം എന്ന രംഗത്തേക്ക് പിന്നെ നമ്മൾ മെല്ലെ കാലെടുത്ത് വെക്കുകയാണ്. പക്ഷേ എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായി, പിന്നെ വന്നപ്പോൾ തൊഴിലാളി പ്രസ്ഥാനങ്ങളായി, ബാലുശ്ശേരി പഠിക്കുമ്പോൾ പാരലൽ കോളേജ് സമരവുമായി, പിന്നെ ട്രേഡ് യൂണിയൻ രംഗത്തേക്ക്, അത് കഴിഞ്ഞ് ഞാൻ ഒരു പത്രപ്രവർത്തക യൂണിയൻ ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഫോറത്തിന് ബാലുശ്ശേരി സെക്രട്ടറി ആയിരുന്നു. ചന്ദ്രികയുടെ സ്വന്തം ലേഖകനായിരുന്നു ഞാൻ. അങ്ങനെ ഒരു രംഗത്ത്, പിന്നെ തൊഴിലാളി രംഗത്ത്, യുവാക്കളുടെ രംഗത്ത്, ട്രേഡ് യൂണിയൻ രംഗത്തൊക്കെ തൊഴിലാളികളുടെ പ്ലാന്റേഷൻ ലേബർ ആക്ട് പഠിക്കുന്നതിന് വേണ്ടി മരിച്ചുപോയ മർഹൂം KK അബു സാഹിബ് അദ്ദേഹം എന്നെ കേരളത്തിലെ മുഴുവൻ പ്ലാന്റേഷൻ എസ്റ്റേറ്റുകളും പറഞ്ഞയച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ മാർത്തോമ എസ്റ്റേറ്റ്, വയനാട്ടിലെ അള്ളി എസ്റ്റേറ്റ്, പൂനൂർ എസ്റ്റേറ്റ്, കിനാലൂർ എസ്റ്റേറ്റ്, തൃശ്ശൂർ പാലപ്പിള്ളി എസ്റ്റേറ്റ്, തൊടുപുഴ എസ്റ്റേറ്റ്, ചായത്തോട്ടം, ഏലത്തോട്ടം, പ്ലാന്റേഷൻ ലേബർ ആക്ട് പഠിക്കാൻ വേണ്ടി ആ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചിട്ട് അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ഈ ഓർമ്മശക്തി എന്തായാലും അതാണ്. പിന്നെ 23 വയസ്സുകാരനാൽ നിങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? ഞാൻ സത്യത്തിൽ പിന്നെ SSLC പൂവമ്പായി ഹൈസ്കൂളിൽ നിന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പ്രൈവറ്റ് ആയിട്ട് ബാലുശ്ശേരിയിലെ ഉദയ കോളേജിൽ നിന്ന് +2 പഠിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പിന്നെ ജേർണലിസത്തിലേക്ക് പോയി. ഞാൻ ജേർണലിസം ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് ഒരു സുന്ദര സായാഹ്നത്തിൽ നിങ്ങളെ ഈ ക്യാമറാമാൻ എറണാകുളം പെരുമ്പാവൂർ സ്വദേശിന്റെ നാട്ടുകാരനായ ഒരാൾ നോമ്പ് തുറക്ക് വിളിക്കുന്നത്, അഷ്കർ അലി, നമ്മളെ ക്യാമറാമാൻ, അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് നോമ്പ് തുറക്ക് വിളിച്ചപ്പോൾ ഞാൻ കൂടെ പോയി. അപ്പോൾ
എൻ്റെ കൂടെ ഒരു കൂട്ടുകാരുണ്ട്, നാസർ എന്നറിയും പാട്ടത്തിൽ. അപ്പം ഞങ്ങൾ ഒന്നിച്ച് അവൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഇങ്ങനെ സൗദി അറേബ്യയിൽ ഒരു ഫ്രഞ്ച് മാനേജ്മെന്റ് കമ്പനിയിലേക്ക് ഒരു വിസ ഉണ്ട്, പോകാന്ന് പറഞ്ഞപ്പോൾ ഈ വരുന്ന വെച്ചാൽ ആ നോമ്പ് ഇറക്കാനല്ലേ ഞാനും ഒരാൾ കൂടെ പോയി ഒരാളെ കൂടെ പോയതാണ്. യെസ്, നോമ്പ് ഇറക്കാൻ പോയി. അപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെ വിസ ബോംബെയിലെ നാഗ്ദേവി സീറ്റിൽ PCS എന്റർപ്രൈസസ് എന്ന് പറയുന്ന വയനാട്ടെ ഒരു കുഞ്ഞിമൂസക്കാരൻ്റെ ട്രാവൽസിലാണ് നിങ്ങൾ അവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉമ്മനോട് ചോദിച്ചു, ഉമ്മ പറഞ്ഞു ഈ പൊയ്ക്കോന്ന് പറഞ്ഞു. ആപ്പനോടൊന്നും പറഞ്ഞില്ല, കാരണം ആപ്പ് വിടില്ല വിളി. അങ്ങനെ നാസറിൻ്റെ കൂടെ ഞങ്ങൾ അന്ന് എനിക്ക് തോന്നുന്നു കോഴിക്കോട്ട് നിന്ന് ബസ് കയറി കുറേ എത്തുമ്പോൾ ഒരു ചങ്ങാടത്തിലേക്ക് ബസ് കയറ്റും, കൊടുങ്ങല്ലൂർ വഴി ഒരു ചങ്ങാടത്ത് കയറ്റി അങ്ങനെ വന്ന് ബോംബെയിൽ വന്ന് താമസിച്ചു. ഇന്റർവ്യൂ നടത്തിയപ്പോൾ ഒരു സംഭവം എന്താ വെച്ചാൽ ഞാൻ ഓന് കൂടെ വന്നതാ, ഇത് ഫ്രഞ്ച് മാനേജ്മെന്റ് ആയിരുന്നു. അപ്പൊ അവർ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പൊ ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിച്ചപ്പോൾ അവനോട് ചോദിച്ച ചോദ്യത്തിനൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു മറുപടി. ഹൗ ആർ യു, ഹൗ ഓൾഡ് ആർ യു, വാട്ട് യുവർ എക്സ്പീരിയൻസ്, വാട്ട് യു ക്യാൻ ഡു. ആ ഇന്റർവ്യൂ വന്ന ഓഫീസർ പറഞ്ഞു യു ആർ സെലക്ടഡ്. എന്നാൽ എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല, ഞാൻ പറഞ്ഞു നോ സർ, ഞാൻ വന്നത് ഇവൻ്റെ കൂട്ടുകാരനായിട്ടാണ്. നോ 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 യു ആർ സെലക്ടഡ്. അപ്പം ഞാൻ അദ്ദേഹത്തെ റിക്വസ്റ്റ് ചെയ്തു, എൻ്റെ കൂട്ടുകാരനാണ്, അവർ സെലക്ട് ചെയ്യണം, അവനാണ്. അപ്പം അയാൾ പറഞ്ഞു 2 ദിവസം സമയം തരാം, 48 മണിക്കൂർ. യു ഹാവ് ടു ട്രെയിൻ ഹിം. നീ അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കണം, ഹിന്ദി പഠിപ്പിക്കണം, എഴുതാനും വായിക്കാനും പഠിപ്പിക്കണം എന്ന്. അൽഹംദുലില്ലാ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. ഹൗ ആർ യു, ഹൗ ഓൾഡ് ആർ യു ഒക്കെ പിറ്റേന്ന് പഠിപ്പിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓക്കെ, ഇൻ്റർവ്യൂവിൽ അവന് സക്സസ് ആയി. അങ്ങനെയാണ് 989 ജൂലൈ 20 ഇതേ കോഴിക്കോട്ട് നിന്ന് ബസ് കയറി ചങ്ങാടത്ത് കയറി ബോംബെയിൽ വന്നിട്ട് സൗദി ഓജർ എന്ന കമ്പനിയിലേക്ക് 36 വർഷങ്ങൾക്ക് മുമ്പ് വിനീതനായ ഞാൻ കാലെടുത്ത് സൗദി അറേബ്യയിലേക്ക് എത്തുന്നത്. ഇവിടെ ലത്തീഫ് സാഹിബിനോടല്ല എനിക്ക് പറയാനുള്ളത്, ശ്രോതാക്കളോടാണ്. ഇവിടെ ലത്തീഫ് സാഹിബ് കാണിച്ച ആ ഒരു മാതൃക ഉണ്ടല്ലോ, ഒരു വ്യക്തിയുടെ കൂടെ ഇൻ്റർവ്യൂവിന് തുണക്ക് പോയി ആ യാദൃശ്ചിക മറുപടി പറഞ്ഞപ്പോൾ ജോലി കിട്ടിയപ്പോഴും ആ കൂടെ വന്ന ആ വ്യക്തിക്ക് വേണ്ടി സംസാരിക്കാനുണ്ടായ ആ മനസ്സ്, അതിന് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. കാരണം പലപ്പോഴും പല ആളുകളും ഇന്ന് ചതിച്ച് ഒരുത്തൻ്റെ വേക്കൻസി മറ്റുള്ള എങ്ങനെയെങ്കിലും കിട്ടി അവിടേക്ക്, എല്ലാവരും നല്ല പറയുന്നതിന് അങ്ങനെയുള്ള ഒരു സ്വഭാവം ഇവിടെയൊക്കെ പടച്ചവൻ്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ ഒരു പോയിന്റ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇതൊരു വലിയൊരു ക്വാളിറ്റിയാണത്. അത് ആ വ്യക്തി അദ്ദേഹത്തിന് ഭയങ്കര പ്രയാസം തോന്നിയിട്ടുണ്ടാവുമല്ലോ. ഒരു ജോലി ആഗ്രഹിച്ച് വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, ഭാഷ അറിയുന്നില്ല എന്നുള്ളത് കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ സാധാരണ ആണെങ്കിൽ എന്താ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വേഗം പോകാനാണ്. പക്ഷെ നിങ്ങളവിടെ ചെയ്ത ആ ഒരു കാര്യം അത് അഭിനന്ദനം അർഹിക്കുന്നു. അള്ളാഹു താങ്കൾക്ക് തക്കതായ പ്രതിഫലം. അപ്പോൾ സൗദി അറേബ്യയിൽ എത്തി, എവിടെയൊക്കെ റിയാദോ? അത് അത്ഭുതകരമാണ്. കാരണം ഈ 989 വരുമ്പോൾ ഞങ്ങള് ബോംബെയിൽ വന്നപ്പോൾ അവിടെ ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായി. ബോംബെയിൽ വന്നപ്പോൾ വലിയ പെരുന്നാളിന്റെ ലീവിന്റെ തലേന്നാണ്. ഞങ്ങൾ 50ഓളം ആളുകളുണ്ട്. UP-കാരുണ്ട്, ബീഹാറികളുണ്ട്, ഹൈദരാബാദികളുണ്ട്, തമിഴ്നാട്ടുകാരുണ്ട്, മലയാളികളായി ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. അവിടെ വന്ന് എയർപോർട്ടിൽ വന്നപ്പോൾ അവിടുത്തെ എമിഗ്രന്റ് ഓഫീസർ പറഞ്ഞു യുവർ ടിക്കറ്റ് ഹാവ് നോ PNR നമ്പർ, യു ഡോണ്ട് ഹാവ് PNR നമ്പർ യു കനോട്ട് ട്രാവൽ. സത്യത്തിൽ അന്നത്തെ ഞാൻ വിചാരിച്ചു പടച്ചോനെ, നാട്ടിൽ നിന്ന് കൊടിയൊക്കെ കെട്ടി യാത്രയാക്കി വള്ളത്തിന് വെളിച്ചത്തിൽ യാത്രയാക്കി കോഴിക്കോട് വരെ ജീപ്പിലൊക്കെ സിന്ദാബാദ് വിളിച്ച് കൊണ്ടുവന്ന് തിരിച്ച് നാട്ടിൽ ചെല്ലേണ്ടി വന്നുള്ള അവസ്ഥ ആലോചിച്ചപ്പോൾ ആകെ ബേജാറായി. അപ്പം ഞാൻ അയാളോട് അറിയുന്ന ഭാഷയിൽ, നമുക്ക് ഹിന്ദി ഇംഗ്ലീഷ് അന്നത്തെ ഭാഷയിൽ ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അബ്ദുൽ ലത്തീഫ് ഓക്കെ ഡു വൺ തിങ്, 15 പേരെ ഞാൻ ഇന്ന് കയറ്റിവിടാം, ബാക്കിയുള്ള ആളുകളെ ഈ പെരുന്നാളിൻ്റെ ലീവ് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് തീരുമാനിച്ചു, ശരി എന്നാൽ പെരുന്നാൾ കഴിയുന്നവരെ 14 ദിവസം അവിടെ നിൽക്കാം. അങ്ങനെ നിന്നു. 14 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞു ഈ ടിക്കറ്റിലൊന്നും PNR നമ്പർ ഇല്ല. എന്താണ് PNR നമ്പർ ഇല്ലാതിരിക്കാൻ കാരണം? അത് എനിക്ക് തോന്നുന്നത് ട്രാവൽ ഏജൻസിയുമായി ഉണ്ടായിരിക്കുന്ന എന്തോ ഒരു ടെക്നിക്കൽ ട്രബിൾ ആണ്. എന്തായാലും ട്രാവൽ ഏജൻസിയുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും അൽഹംദുലില്ലാ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ എനിക്കൊരു ആദ്യം ഉണ്ടായിരുന്നു പോകാൻ പറ്റൂലെന്ന്. അപ്പം ഞാൻ എൻ്റെ പാസ്പോർട്ട് അരയിൽ തിരികി, ബാക്കി 14 ആളെ പാസ്പോർട്ടും തിരികിയതിനു ശേഷം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റും. അപ്പം ഞാൻ ഓഫീസറോട് പറഞ്ഞു ഞങ്ങളെ 48 49 പേരിന് കയറ്റി വിട്ട് തരണം, സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ ഇന്ന് 15 പേരെ കയറ്റി വിടാ എന്ന് പറഞ്ഞിട്ട് എന്നെ അടക്കം ആദ്യമായിട്ട് കയറ്റി വിട്ട് ഞങ്ങൾ വന്നു. കോഴിക്കോട്ട് നിന്ന് ബോംബെയിൽ നിന്ന് കയറി റിയാദ് എയർപോർട്ടിൽ വന്നപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ സൗദി യോജറിന്റെ വണ്ടി വന്ന ഡ്രൈവർ തിരിച്ചു പോയി. അന്ന് വ്യാഴാഴ്ചയാ, കാരണം സമയം കഴിഞ്ഞു, ആരും ഇറങ്ങി. അപ്പം അതിനൊരു കാരണമുണ്ട്. എമിഗ്രേഷൻ കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്നപ്പോൾ ആളുകൾക്ക് ഫോം പൂരിപ്പിക്കാൻ അറിയില്ല. അപ്പം ഈ വന്ന 14 ആക്കും ഞാൻ ഫോം പൂരിപ്പിച്ചപ്പോൾ സമയം വഴുകി. 15ാമത്തെ ഞാനാണ്. അന്ന് കുറച്ച് ഇംഗ്ലീഷിലൊക്കെ എഴുതാണല്ലോ ആദ്യമായിട്ട് വരുന്നവർ. ഈ 15ാമത്തെ ആളായ ഞാനിത് പൂരിപ്പിച്ച് നോക്കിന് ബസ് പോയി. പിന്നെ ഞങ്ങൾ കൂട്ടാൻ വന്നത് നിങ്ങളെ ക്യാമറാമാൻ്റെ നാട്ടുകാരായ ശ്രീകോ കമ്പനിയിലെ എളേറ്റിൽ വെട്ട് മരിച്ചുപോയ അഹമ്മദ് കുട്ടിക്കയും ഉലയിലുള്ള ഷാഹുൽക്കയാണ്. അമ്മൂട്ടിക്ക് മരിച്ചു, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഖബറിന് വിശ്രാമി കൊടുക്കുക. അങ്ങനെ അവരെ റൂമിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അതിൻ്റെ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ജബ്ബാർ സാഹിബെ, അന്ന്
1000 ഇന്ത്യൻ രൂപ കിട്ടാൻ സൗദി അറേബ്യയിൽ 232 റിയാലും 50 പൈസയും വേണം. 232 റിയാൽ 50 പൈസയും. 1000 രൂപ. ഞാൻ വരുന്ന ശമ്പളത്തിന് റിയാദിലെ നമ്മളെ സൗദി അറേബ്യയുടെ രാജാവായ കിങ് ഫഹദ് സൽമാന്റെ കൊട്ടാരത്തിലേക്ക് പൂന്തോട്ടക്കാരനായ ഗാർഡനറായ ജോലിക്കാ വരുന്നത്. ഞാനും നാസർ പാട്ടത്തിലും 500 റിയാലാണ് ശമ്പളം. 2000 രൂപ കിട്ടും. 18,000 റുപ്യ വിസക്ക് കൊടുത്തത്, അത് വാപ്പസ് കടായിട്ട് തന്നതാണ്. പക്ഷെ എന്നാലും ഒരു മനസ്സിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഒറ്റപ്പെട്ട് നിന്ന് തെച്ചി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് പ്രവാസം നേടി വന്നു ഒരു നല്ല ഫ്രഞ്ച് മാനേജ്മെന്റ് കീഴിൽ ഒരു കമ്പനിയിൽ എത്തുകയും അതിൽ ജോലി ചെയ്ത് വളരാന്നുള്ളവർ വന്നപ്പോൾ ആണ് നമുക്ക് മനസ്സിലായത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഒന്ന് മക്കയും മദീനയും ഉള്ള ഒരു രാജ്യം, പിന്നെ അനുഗ്രഹിക്കപ്പെട്ട സൗദി അറേബ്യ, ജീവിതത്തിൽ ആദ്യമായിട്ട് വന്ന ഒരു ഇടം. അപ്പൊ വീണിടം വിദ്യയാക്കുക എന്നുള്ള ഒരു പോളിസി വെച്ചുകൊണ്ട് നമ്മൾ അതേ ശമ്പളം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെ പിന്നീട് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി അനുഗ്രഹങ്ങൾ മെല്ലെ മെല്ലെ നമ്മളെ തേടി വരുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടു. നമ്മൾ സാറ്റിസ്ഫൈ ആയി, ഈ 500 തന്നെ സംതൃപ്തമായി. ഇൻഷാ അല്ലാഹ് ഇവിടെയും നമുക്ക് പിന്നെ പറയാനുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഇന്ന് നമ്മളൊക്കെ കാണുന്നതാണ്, പല ആളുകളും കുറേ നല്ല ശമ്പളമൊക്കെ കിട്ടിയാൽ പോലും സാറ്റിസ്ഫൈ ആവാതെ വരുമ്പോഴേക്ക് തന്നെ ഫ്രസ്ട്രേഷനായി തിരിച്ചു പോകുന്ന അവസ്ഥ. അത് പിന്നെ ഈ ലത്തീഫ് സാഹിബൊക്കെ പറഞ്ഞില്ലേ, ആദ്യം കുറച്ച് ശ്രമിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് വഴികൾ, നല്ല നല്ല വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കും, എന്നിട്ട് വളരാൻ കഴിയും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ്, ഒരു മാതൃകയാണ് ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞത്. സത്യമാണ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞ 500 റിയാലിന് ലേബറായി ഗാർഡനറായി കമ്പനിയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, പിന്നെ ഇനി നമ്മുടെ ഇടം ഇതാണ്. കിനാലൂർ എസ്റ്റേറ്റും പത്രസമ്മേളനവും പത്രപ്രവർത്തക യൂണിയനും ഒന്നുമല്ല. അപ്പൊ ഞാൻ എന്ത് മനസ്സിലാക്കി, ഞാൻ റിയാദ് സൗദി ഓജറിലെ കമ്പനിയിൽ ഒരു നഴ്സറിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ജോലി ചെയ്ത് ഒരു 2 കൊല്ലം 8 മാസവും നിന്നു. ആ സമയത്താണ് എന്നോട് ഉമ്മ പറയുന്നത്, ഇനി വരുമ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി വരണം. അപ്പൊ ഞാൻ ഉമ്മനോട് പറഞ്ഞു, വീടില്ലാതെ ഞാൻ വരില്ല, കാരണം തെച്ചി എന്ന കൊച്ചു ഗ്രാമത്തിൽ ഈ പാടിയിലാണ് താമസം. അപ്പൊ വാപ്പ പറഞ്ഞു, നീ അയച്ചു തന്ന പൈസയും കൂടി കുറച്ച് പൈസയും കൂട്ടി ഞാനൊരു വീട് വാങ്ങാം, പക്ഷെ വീട് നിന്റെ പേരിൽ എഴുതി തരങ്ങി കടങ്ങളൊക്കെ നീ വീട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് മനസ്സിലാക്കി, 2 കൊല്ലം 8 മാസത്തെ പൈസ 87,500 രൂപ അന്ന് 36 വർഷങ്ങൾക്ക് മുമ്പുള്ള സമ്പാദ്യമായി 500 റിയാൽ വെച്ച് സമ്പാദിച്ച് ഞാൻ വാപ്പക്ക് അയച്ചു കൊടുത്തു. ഈ 87,500 രൂപയിൽ 18,000 രൂപ വാപ്പ വിസക്ക് തന്നതാണ്. അത് വാപ്പ എടുത്തതിന് ശേഷം ബാക്കിയുള്ള പൈസ കൂട്ടി തെച്ചി പാടിയിൽ നിന്ന് തലയാട് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, പിന്നെ നമ്മളെ പേരാമ്പ്ര താലൂക്കിൻ്റെയും കൊയിലാണ്ടി താലൂക്കിൻ്റെയും കോഴിക്കോട് താലൂക്കിൻ്റെയും അതിർത്തി കുടിയേറ്റ കർഷകരാണ്, ലോകത്തിൻ്റെ ഭാഗമാണ്. അവിടെ എൻ്റെ വാപ്പ 1 ഏക്കർ സ്ഥലവും ഒരു വീടും 3 ലക്ഷം രൂപക്ക് എൻ്റെ ഈ 87,500 കൂട്ടി വാങ്ങി തന്നിട്ട് പറഞ്ഞു, നീ വന്നോ കല്യാണം ഇവിടുന്ന് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രചോദനം വാപ്പ നമ്മൾ കാണിച്ചു തന്നു. അൽഹംദുലില്ലാ. അതെ, അങ്ങനെയാണ്. അപ്പോൾ അതാ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ സൗദിയിലാണ്, ഇപ്പം പിന്നെ തെച്ചി ഗ്രാമമൊക്കെ വിട്ടു. ഈ സൗദിയിൽ വന്ന് നിങ്ങൾ പിന്നെ ജോലി ചെയ്ത് തുടങ്ങി സ്വന്തമായി കാര്യങ്ങൾ നടക്കുന്നതിലിടയ്ക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനുണ്ടായ സാഹചര്യം ഒന്ന് അതായത് സൗദി ഓജറിൽ ഞാൻ വന്നപ്പോൾ ഞങ്ങൾക്ക് ദറിയ ക്യാമ്പ്, സിക്കോണസ് ക്യാമ്പ് എന്നാണ് 2 ക്യാമ്പുകളുണ്ട്. ഫ്രഞ്ച് മാനേജ്മെന്റ് ആണ്. ലോകത്തെ 12ാമത്തെ കോടീശ്വരനായ ലെബനോൻ പ്രൈം മിനിസ്റ്ററായ റഫീഖ് അൽ ഹരീരിയാണ് ഞങ്ങളെ സ്പോൺസർ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ പോലെ തന്നെയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കമ്പനി വക, ലോണ്ടറി ഒക്കെ കമ്പനി ചെയ്യും, ആഴ്ചയിൽ വെള്ളിയാഴ്ച ലീവ്, 8 മണിക്കൂർ ജോലി, പോകാനും വരാനും, പിന്നെ ബസ് സൗകര്യങ്ങൾ, താമസിക്കാൻ നല്ല റൂം, 2 വർഷത്തെ എഗ്രിമെന്റ് കോൺട്രാക്ട്. അവിടെ അപ്രതീക്ഷിതമായി ഉണ്ടായ 2 സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നത്. ആദ്യമായി വന്ന സമയത്താണ് ബാബരി മസ്ജിദ് ധ്വംസനം നടക്കുന്നത്. ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് മാനസികമായി എല്ലാവരും പ്രയാസരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിസ്സംഗതയിലാണ്. അപ്പം ഞാൻ ചെന്ന പള്ളിയിൽ ഒരു ഫലസ്തീനിയായ ഇമാമുണ്ട്. അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഈ പള്ളി ചെറുതാണ്, തൊട്ടപ്പുറത്തെ സിക്കോണസ് ക്യാമ്പിൽ ദറിയ ക്യാമ്പിൽ ഒരു പള്ളി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആ ദുഃഖം പങ്കുചേരാൻ വേണ്ടിയിട്ട് എല്ലാവരെയും അങ്ങോട്ട് വിളിച്ചു ചേർത്തു ആ പള്ളിയിലേക്ക്. അപ്പോൾ വിളിച്ചു ചേർത്തപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഞാൻ അതിൻ്റെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് ലോകത്ത് അനീതി നടക്കുമ്പോൾ അതിനെ കണ്ടിട്ട് എതിർക്കാതിരിക്കുന്ന തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫലസ്തീനികളും സുഡാനികളും പാകിസ്ഥാനികളും ഇന്ത്യക്കാരും ശ്രീലങ്കനും ബംഗ്ലാദേശൊക്കെ ആയിട്ട് അന്ന് ഒരു സമ്മേളനം നടത്തിയപ്പോൾ ഞാൻ നല്ലൊരു പ്രസംഗം നടത്തിയപ്പോൾ അന്ന് മുതൽ ആളുകളുടെ ഇടയിൽ ഇതൊരു മെസ്സേജ് ആയിട്ട് ചെന്നു. അൽഹംദുലില്ലാ, ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ നിശ്ചയമായിരിക്കാം, നമ്മുടെ പ്രാർത്ഥനയായിരിക്കാം. അന്ന് തൊട്ട് നമ്മൾ ഈ സാമൂഹ്യ സേവന രംഗത്ത് വന്ന അതേ മാസം തന്നെ കാലെടുക്കപ്പെട്ടു. അതിനുശേഷം സംഭവിക്കുന്നത് 1990 സായാഹ്നത്തിൽ കുവൈത്ത് അധിനിവേശം നടത്തി ഇറാഖ് പട്ടാളം കയറിപ്പിടിക്കുമ്പോൾ ഇവിടെ ഒരു ഭയാനകമായ അവസ്ഥ, സൗദിയിലേക്ക് കെമിക്കൽ മിസൈലുകൾ വരുന്നുണ്ട്. അങ്ങനെ സൗദി ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തു വിദേശികളായ ആളുകളെ പട്ടാളത്തിലേക്ക് എടുക്കുന്നു. അങ്ങനെ ഞാൻ അന്ന് ദറിയയിലെ ഞങ്ങളെ ക്യാമ്പിൽ നിന്ന് ദറിയ പോലീസ് സ്റ്റേഷനിൽ പോയി സൗദി ഗവൺമെന്റിന്റെ പട്ടാളത്തിലേക്ക് പേര് കൊടുത്ത ഒരാളാണ് ഞാൻ.
പട്ടാളത്തിലേക്ക് പേര് കൊടുത്ത് വിദേശികൾക്ക് അന്ന് അവസരം കിട്ടി. ഞാൻ പോയി, ഞങ്ങളോട് പറഞ്ഞു ആർക്കും വെക്കേഷൻ പോകാൻ പറ്റൂല. ഞാൻ പറഞ്ഞു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ പിന്നീട് യുദ്ധം കോംപ്രമൈസ് ചെയ്യുകയും നമുക്ക് അവസരം കിട്ടുകയും ചെയ്തപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് 2 കൊല്ലം 8 മാസം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകുന്നത്. പക്ഷേ ഈ 2-3 ഇൻസിഡന്റ് എയർപോർട്ടിൽ വന്നപ്പോൾ ഉണ്ടായ സംഭവം തന്നെ, ഈ ബാബരി മസ്ജിദ് പൊളിച്ചത്, പിന്നീട് ഈ പട്ടാളത്തിലേക്ക് പേര് കൊടുത്തു, ഇതിലൊക്കെ നമുക്ക് നല്ല പ്രചോദനം ഉണ്ടായപ്പോൾ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ചെറിയൊരു മെസ്സേജ് നമുക്ക് കിട്ടി. എങ്ങനെയെന്ന് വെച്ചാൽ, സേവനം അർഹിക്കുന്ന ആളുകളാണ് നമ്മളെ ചുറ്റുവട്ടത്തുള്ളവർ. അവരിലേക്ക് നമ്മൾ നിർബന്ധമായിട്ട് സ്വയം ഇറങ്ങി ചെന്നേ പറ്റൂ, അല്ലാതെ ആരും പിടിച്ചു വലിച്ചു കൊണ്ടുപോകില്ല. അങ്ങനെയാണ് പൊതുരംഗത്തേക്ക് വരുന്നത്. പിന്നീട് വെക്കേഷൻ പോയി നാട്ടിൽ പോയി കല്യാണം കഴിച്ച് വന്നപ്പോഴാണ് 2008 സായാഹ്നത്തിൽ ഒരു വിരുന്നുകാരനെ പോലെ അബ്സ്കോണ്ടന്റ് ഹുറൂബ് വിഷയം വരുന്നുണ്ട് സൗദി അറേബ്യയിൽ. എന്താണ് ഹുറൂബ്? അത് ആക്ച്വലി സത്യത്തിൽ എന്തുകൊണ്ട് ഹുറൂബ്, എന്താണ് ഹുറൂബ്? അതായത് നമ്മളെ സൗദിയിൽ ഒരു ഫ്രീ വിസ സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു, ഇന്നും അതുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വിസ സമ്പ്രദായത്തിൽ വരുന്ന ചില ക്രമാതീതമായി കാണപ്പെടേണ്ടതല്ലാത്ത ചില സ്വഭാവങ്ങളുണ്ട്. അതായത് ഒരാൾ കുറച്ച് വിസ എടുക്കുന്നു, ആ വിസ കിട്ടുന്ന പൈസക്ക് അയാൾ വിൽക്കുന്നു, അങ്ങനെ വരുന്ന ആൾക്ക് ഇക്കാമ കൊടുക്കുന്നു, അയാൾ പുറത്തു പോയി ഇയാളുടെ പേരിൽ എവിടേക്കോ ജോലി ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്നൊരു വ്യക്തി, അത് ഹൗസ് ഡ്രൈവർ ആവാം, ഗദ്ദാമയാവാം, തൻ്റെ സ്പോൺസർഷിപ്പിൽ അല്ലെങ്കിൽ അദ്ദേഹം പുറത്തു പോയി ജോലി ചെയ്യുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഒരു കളവ് കേസിൽ പിടിക്കപ്പെട്ടു, മരണപ്പെട്ടാൽ ഈ സ്പോൺസറാണ് ഉത്തരവാദി. ഒന്നും അറിയാത്ത സ്പോൺസർ. അപ്പൊ ആ സ്പോൺസർ എന്ത് ചെയ്യും? ഇവൻ ചാടിപ്പോയി എന്ന് പറഞ്ഞ് അബ്സ്കോണ്ടന്റ് റിപ്പോർട്ട് ചെയ്യും ഗവൺമെന്റിലേക്ക്. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പുതിയ വിസ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യും. പക്ഷേ 12 കൊല്ലം ഇക്കാമ അടിച്ച അയാൾ ഇതൊന്നും അറിയാതെ ജോലി ചെയ്യുന്നുണ്ടാവും, കുറവാക്കപ്പെടുകയാണ്. അങ്ങനെ ആ വിഷയം വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു വലിയ വിഷയമാണ്. ഇത് ഒരു പക്ഷേ നിങ്ങൾക്ക് സത്യത്തിൽ ഇവിടെ നിന്ന് ഇടപെട്ടോട്ടെ, ഈ ഹുറൂബ് എന്നുള്ള സംഭവം ഉണ്ടായത് ഇങ്ങനെ ഒരു വിസ കച്ചവടം ചെയ്താൽ, ഇപ്പം എനിക്കൊരു എംപ്ലോയിനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ വിസ എടുക്കുക, എന്നിട്ട് ഞാൻ അവിടെ കൊണ്ട് എൻ്റെ കീഴിൽ നിർത്തുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഹുറൂബിൻ്റെ പരിപാടി വരുന്നില്ലല്ലോ. ഇതൊരു വിസ എന്നുള്ള ഒരു കച്ചവടമാക്കി, ബിസിനസ് ആക്കി മാറ്റുന്നത് ആണ് ഇങ്ങനെ ഒരു ദുരുപയോഗം വന്നത്, അല്ലേ? അതെ. ഇത് നോക്കൂ, സത്യത്തിൽ നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകത്ത് സൗദി അറേബ്യൻ ഗവൺമെന്റ് തൊഴിൽ കരാറുണ്ടാക്കിയ ഏക രാജ്യം ഫിലിപ്പൈൻസാണ്. സൗദി അറേബ്യ ഗവൺമെന്റ് ലേബർ എഗ്രിമെന്റ്, ലേബർ കോൺട്രാക്ട് ഉണ്ടാക്കിയ ഏക രാജ്യം ഫിലിപ്പൈൻസ് ആണ്. ഫിലിപ്പൈനിൽ വരുന്ന ആളുകൾക്ക് ഇതില്ലാതെ വരാൻ പറ്റില്ലായിരുന്നു. കാരണം അവിടെ നിന്ന് വരുന്ന ഒരു ഫിലിപ്പൈനി ആ ഫിലിപ്പൈൻ ഗവൺമെന്റ് കൊടുക്കുന്ന വിസയിൽ അവർ പറയുന്ന എഗ്രിമെന്റിൽ പോളോ നിയമപ്രകാരം മാത്രമാണ് അവൻ സൗദിയിലേക്ക് വരുന്നത്. അവന്റെ ശമ്പളത്തിന്റെ ഒരു വിഹിതം അവൻ അവിടെ കെട്ടിവെച്ചിട്ടാണ്. അപ്പൊ ആ വരുന്ന വ്യക്തിക്ക് തൊഴിൽപരമായ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവൻ നിയമപരമായ പരിരക്ഷ നൽകാൻ ആ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്, ഫിലിപ്പൈൻ ഗവൺമെന്റ്. അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടു. മറ്റു ഒരു ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ നമ്മളെ ഇന്ത്യയിൽ നിന്ന് വരുന്നതിന് അങ്ങനെ ഒരു അവിടെ സൗദി ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഒരു പോളിസി എന്താ അറിയോ? നമുക്കറിയാം, സൗദി അറേബ്യ പോലുള്ള വിശാലമായ അറബിക്കടൽ പോലെ പരന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ശ്രീലങ്ക, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഫിലിപ്പൈൻ, ഇന്തോനേഷ്യ, തുണീഷ്യ, മലേഷ്യ, സുഡാൻ, അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അന്നം തേടി വരുന്ന ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വധിക്കുന്ന ഒരു രാജ്യത്തെ ഇടം കൊടുക്കുന്ന ഈ രാജ്യം എന്ന് പറഞ്ഞാൽ, അത് അബ്ദുള്ള രാജാവ് ഡൽഹിയിൽ വന്നപ്പോൾ പറഞ്ഞു ഇന്ത്യൻ്റെ 2ാമത്തെ ഭവനമാണ്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് അഭിമാനത്തോടെ കൂടെ പറയുമ്പോൾ സൗദി അറേബ്യ നമുക്ക് അന്നം തരുന്ന നമ്മുടെ 2ാമത്തെ വീട് സൗദി അറേബ്യ തന്നെയാണ്. ഒരിക്കലും അവരെ കുറ്റം പറയാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. അല്ലാഹു അദ്ദേഹത്തിന്, അതായത് അബ്ദുള്ള രാജാവിന് സ്വർഗ്ഗം നൽകി. ആമീൻ, 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 തീർച്ചയായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രത്തോളം ആളുകൾ അധിവസിക്കുന്ന രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. പക്ഷേ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഫിലിപ്പൈൻ ഗവൺമെന്റ് ചെയ്തതുപോലെ നിങ്ങളെയും എന്നെയും നമ്മുടെ രാജ്യത്ത് നിന്ന് ജോലിയില്ലാതെ വിദേശത്തേക്ക് കയറ്റിവിട്ട ഇന്ത്യ ഗവൺമെന്റിനുള്ള ബാധ്യത നിറവേറ്റപ്പെടേണ്ട രീതിയിൽ നിറവേറ്റപ്പെടാതെ പോകുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് ഇത് യാഥാർത്ഥ്യം. അതിപ്പോഴും നിറവേറ്റിയില്ല. അതിന്റെ കാരണം പറഞ്ഞുതരാം. ഇവിടെ നമുക്കറിയാം ഏകദേശം 25 തൊട്ട് 40 ലക്ഷം വരെ ഇന്ത്യക്കാരുണ്ട്. ടൂറിസ്റ്റ് വിസയിൽ, ബിസിനസ് വിസയിൽ, വിസിറ്റ് വിസയിൽ, തൊഴിൽ വിസയിൽ വരുന്നവർ. ഈ 40 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഡിപ്ലോമാറ്റിക് അനുസരിച്ച്, പ്രോട്ടോകോൾ അനുസരിച്ച് ഇന്ത്യൻ എംബസിയിൽ കുറഞ്ഞ സ്റ്റാഫേ ഉള്ളൂ. ജിദ്ദ കോൺസുലേറ്റിലും കുറഞ്ഞ ആളുകളേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഡിപ്ലോമസി അനുസരിച്ച് എഡ്യൂക്കേഷൻ്റെ പ്രശ്നങ്ങൾ നോക്കണം. 10,000-കണക്കിന് കുട്ടികൾ ഇന്ത്യൻ എംബസി പഠിക്കുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിലെ പ്രശ്നങ്ങൾ നോക്കണം. പിന്നെ ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങൾ നോക്കണം. അങ്ങനെ രാജ്യാന്തരങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുച്ഛമായ ഈ ആളുകളെ കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതിയുണ്ട്. പിന്നെ എന്താ എംബസിക്ക് ചെയ്യാൻ പറ്റുക? സാമൂഹ്യ പ്രവർത്തകരെ പോലെ, വളണ്ടിയർമാരെ പോലെ, സന്നദ്ധ സംഘടനകളെ പോലെയുള്ള ആളുകളുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കാനുള്ള. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സത്യസന്ധവും ആത്മാർത്ഥവുമായി
ആത്മാർത്ഥമായി ഒരു പ്രശ്നത്തെ സമീപിക്കുകയും അതിൻ്റെ പരിഹാരങ്ങൾ തേടി ആത്മാർത്ഥമായ ഒരു പഠനം നടത്തി നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ കുറേയൊക്കെ ഒരു 90% പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇവിടെ ഞാൻ പിന്നെ ലത്തീഫ് സാഹിബ് കുറേ ലോക വിവരങ്ങളുള്ള ആളാണെന്ന് ഏകദേശം മനസ്സിലായി. ഈ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ വളരെ കുറഞ്ഞ സ്റ്റാഫുള്ളൂ എംബസിയിലെന്ന് മനസ്സിലായി. ഈ ഫിലിപ്പൈനിനെ ഞാൻ വീണ്ടും ചോദിക്കണം, ഈ ഫിലിപ്പൈനുകൾക്ക് വരുമ്പോൾ അവരുടെ 40 ലക്ഷം ഒന്നും അവരുണ്ടാവില്ല ഇവിടെ, വളരെ കുറഞ്ഞാലുണ്ട്. പക്ഷെ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർക്ക് ഉണ്ടല്ലേ? അതായത് പറഞ്ഞ ഒരു ഗദ്ദാമ, ആ ഗദ്ദാമ എവിടേക്ക് പോകുന്നു എന്ന് ആ സൗദിയായ അദ്ദേഹത്തിൻ്റെ ബത്താക്കയും വീടിൻ്റെ ലൊക്കേഷനും കൊടുത്തതിന് ശേഷം മാത്രമേ ആ വിസ അവർ ഇഷ്യൂ ചെയ്യുള്ളൂ. വളരെ പവർഫുൾ ആണ്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഏകദേശം 12,000 റിയാലോളം ഇന്ത്യൻ എംബസിയിൽ കെട്ടിവെച്ചെങ്കിൽ മാത്രമേ വിസ ഇഷ്യൂ ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ ഒരു വിഷയം എന്താ പറയുക, ഇത് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് സൗദി ഗസറ്റിൻ്റെ എഡിറ്ററായ ഖാലിദ് അൽ മൈനക്ക് ഞാൻ എഴുതിയൊരു കത്ത് അദ്ദേഹം പ്രസിദ്ധീകരിച്ചതാണ്. ഇതിലെന്താ പറയുന്നതെന്ന് അറിയോ? ഇതിൽ പറയുന്നത് ഷുഡ് ഇന്ത്യൻ ഡിപ്ലോമാറ്റിക് മിഷൻ റിട്ടൈൻ സൗദി ലോയേഴ്സിന് എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം 6-7ഓളം അംബാസഡർമാരെ ഇതുപോലെ കാണാൻ സൗഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. MOH ഫാറൂഖ് ആയിരുന്നു ഞാൻ കണ്ട ആദ്യത്തെ അംബാസഡർ. അദ്ദേഹത്തോട് തൊട്ട്, അതായത് അദ്ദേഹം കേരള ഗവർണറായിരുന്നു, ജാർഖണ്ഡ് ഗവർണറായിരുന്നു, മരിച്ചുപോയി, അല്ലാഹു വിശാലമായി കൊടുക്കട്ടെ, ബർസക്കിയ ജീവിതം. അദ്ദേഹത്തോടടക്കം നമ്മൾ ആവശ്യപ്പെട്ടത് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലേബർ എഗ്രിമെന്റോ ലേബർ കോൺട്രാക്റ്റോ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കൂല. കാരണം സൗദി വില്ലിംഗ് അല്ല. സൗദി അറേബ്യയുടെ പോളിസി, ഇഫ് യു വാണ്ട് ടു ഫോളോ ദ ലേബർ ലോ ഓഫ് സൗദി അറേബ്യ യു ക്യാൻ സ്റ്റേ ഹിയർ, അതർവൈസ് ഗോ ടു യുവർ കൺട്രി. സത്യമാണത്. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അന്നം തരുന്നു, നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു തരുന്നു, ജോലി തരുന്നു, ശമ്പളം തരുന്നു. അത് എന്നാൽ ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ റിയാദിലെ ഇന്ത്യൻ എംബസിയിലും ജിദ്ദയിലെ കോൺസുലേറ്റിലും സ്വദേശിയായ ഒരു വക്കീൽ ഫേമിനെ നിർദ്ദേശിച്ചാൽ, അപ്പോയിന്റ് ചെയ്താൽ ഈ പ്രശ്നങ്ങൾക്ക് ഭംഗിയായിട്ട് പരിഹാരം കാണാൻ സാധിക്കും. പക്ഷേ ഒരു വക്കീലിന് കൊടുക്കാനുള്ള ഫീസ് എങ്ങനെ കൊടുക്കണമെന്നത് കണ്ടെത്തേണ്ടത് വിദേശകാര്യ മന്ത്രാലയവും പ്രവാസികാര്യ മന്ത്രാലയവും ഇന്ത്യൻ മിഷനുമാണ്. അതിൽ നമ്മൾ എത്രത്തോളം ശുഷ്കാന്തി കാണിക്കുന്നുവോ അവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റുക. എനിക്കറിയാം, ഇത് നടപ്പിലാക്കാൻ വേണ്ടി MOH ഫാറൂഖ്, തെൽമീസ് അഹമ്മദ്, ഹാമിദ് റാവു, ഡോക്ടർ ഔസാഫ് സയ്യിദ്, ഇപ്പോഴുള്ള ഐജാസ് ഖാൻ അടക്കമുള്ള 6ഓളം അംബാസഡർമാരെ നേരിട്ട് കാണാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി വിഷയങ്ങൾ പറയാൻ വേണ്ടി. നിങ്ങൾ വിശ്വസിക്കുമെന്നല്ല, ബഹുമാന്യനായ പരേതനായ ഉമ്മൻചാണ്ടി സാറ് കേരള മുഖ്യമന്ത്രി ആയിരിക്കെ ഞാനും എൻ്റെ ഭാര്യയും പ്രവാസി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെന്നു. 2.5 മണിക്കൂർ അന്ന് സെക്രട്ടേറിയറ്റ് ചെലവഴിച്ചു. അങ്ങനെ ശിവദാസൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറി ചോദിച്ചു, നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. പക്ഷേ അയാൾ നേരിട്ട് പോയിട്ട് പറഞ്ഞു, സൗദി അറേബ്യയിൽ നിന്നൊരു പയ്യൻ വന്നിട്ടുണ്ട്, അബ്ദുൽ ലത്തീഫ് എന്ന് പേരുള്ള ഒരാളാണ്, എന്തോ സീരിയസ് ആയ വിഷയങ്ങൾ പരിഹരിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കാണാൻ അനുവദിച്ചു. ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ എത്തിയിട്ട് ചോദിച്ചു, ഇതിന് എന്താണ് സൊല്യൂഷൻ? അപ്പം ഞാൻ പറഞ്ഞു, സർ, ഈ ഒരു വക്കീലിനെ നിയമിക്കണമെങ്കിൽ ഫീസ് കൊടുക്കണം, ആ ഫീസ് കൊടുക്കാൻ ഫണ്ട് വേണം, ആ ഫണ്ടില്ലാത്തതിന്റെ പേരിലാണ്. അതിനെന്താ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ പറഞ്ഞത് നോർക്കൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്നെ അത്ഭുതപ്പെടുത്തിയത്, അതായത് കാരണം നോർക്കയാണ് വിദേശത്തുള്ള മലയാളികളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നത്. എമിഗ്രന്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, നോർക്കൊക്കെ അതിന് അധികാരമുണ്ട്. നോർക്ക സെല്ല് തന്നെ ഉണ്ട് പ്രവാസി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അങ്ങനെ ഉമ്മൻചാണ്ടി സാറ് നോർക്കയുടെ സെക്രട്ടറിയായ TK മനോജ് കുമാറിനെ വിളിച്ചു. അദ്ദേഹം ഡൽഹിയിലായിരുന്നു. എന്നിട്ട് ഈ ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് പറഞ്ഞു, വരാൻ പറ്റുമെങ്കിൽ വരണമെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് മനോജ് കുമാറിനെ വിളിച്ചു വരുത്തി. ശിവദാസനും ഞാനും എൻ്റെ വൈഫും മനോജ് കുമാറിൻ്റെ ഓഫീസിൽ നിന്ന് പ്രശ്നങ്ങളൊക്കെ കേട്ട് മുന്നോട്ട് പറഞ്ഞു. അദ്ദേഹം എഴുതി, ലത്തീഫ്, ഇറ്റ് ഈസ് ഡൺ എന്ന് പറഞ്ഞാൽ റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ വക്കീലിനെ വെക്കാനുള്ള ഫണ്ട് നോർക്ക കൊടുക്കുമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ അറിഞ്ഞു 50 ലക്ഷം രൂപ പരേതനായ ഉമ്മൻചാണ്ടി സാറ് നോർക്കയിൽ നിന്ന് ഇതിനു വേണ്ടി പാസ്സാക്കി തന്നു. പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നിടത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇത് നോർക്കയുടെ കാര്യത്തിൽ, കേരള സർക്കാരിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം സൗദിയിലെ ഇന്ത്യൻ എംബസിയിൽ വക്കീലിന് വെക്കാൻ കേരള സർക്കാരിന് കഴിയില്ല. ഇത് പ്രവാസികാര്യ മന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അഹമ്മദ് സാഹിബും വയലാറബിയുള്ള സമയത്താണ് ഈ പ്രശ്നം. വയലാറബി സാറിൻ്റെ മുമ്പിലേക്ക് ഈ കാര്യം ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഞങ്ങൾ ആലോചിക്കാം, പഠിക്കാം എന്ന് പറഞ്ഞു. അത് ഇന്ത്യക്കാരുടെ പ്രശ്നമായതുകൊണ്ട് ഡൽഹിയിൽ നിന്നാണ് ഡിസിഷൻ വരുന്നത്, കേരളത്തിൽ നിന്നല്ല. അല്ല എങ്കിൽ ഉമ്മൻചാണ്ടി സാറും മനോജ് കുമാറും ശിവദാസനും കാണിച്ച ആ ദീർഘവീക്ഷണം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണത്. അത് നമ്മളെ സംബന്ധിച്ചൊരു ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. പ്രവാസികൾക്ക് വേണ്ടി ഫണ്ട് കൊടുക്കാൻ തയ്യാറാകുന്നു എന്നത് അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട വലിയൊരു കാര്യമാണ്. അത് ഗുണമല്ല ചെയ്യുള്ളൂ. അതെ, പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈ സാങ്കേതിക പ്രശ്നം കൊണ്ട് സാധിക്കാതെ പോയതാണ്. അതൊരു ദുഃഖസത്യമാണ്. അവിടെ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല, നിസ്സായരാണ്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും പിന്നെ ഇപ്പോൾ നമ്മൾ പിന്നെ ഏകദേശം ഒരു രൂപം കിട്ടി. ഇനി നമുക്ക് ഇപ്പോഴുള്ള, അതിലിടയ്ക്ക് നമുക്ക് വിഷയങ്ങൾ വരുമ്പോൾ ചോദിക്കാം, ഇപ്പോഴുള്ള ആളുകൾക്ക് കിട്ടേണ്ട ചില
ഇൻഫർമേഷനാണ് നമ്മൾ ഈ പ്രോഗ്രാമുകളിൽ കൊടുക്കേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അന്ന് 23 വയസ്സായ ലത്തീഫ് സാഹിബ് തെച്ചി ഗ്രാമത്തിൽ നിന്ന് വന്ന പോലെ ഇന്ന് കുറേ ലത്തീഫുമാർ നാട്ടിൽ നിന്ന് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർ എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ പറഞ്ഞ പോലെ ഈ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ എത്താൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ചതിയിൽപ്പെടും എന്നുള്ളത് അതിൻ്റെ ഒരു ചെറിയ രൂപം ഒന്ന് പ്രവാസം ജീവിതം ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ കരുതിയിരിക്കണം എന്നുള്ളതാണ്. അതായത് ഈ മോഹന സുന്ദര വാഗ്ദാനങ്ങളുടെ വലയങ്ങളിൽ പെടാതിരിക്കാൻ നമ്മുടെ പാവപ്പെട്ട പ്രവാസികൾ ശ്രദ്ധിക്കണം ഞാൻ ആദ്യമായിട്ട് ഉണർത്തുകയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യവും ദുരിതവും കഷ്ടപ്പാടും കണ്ണീരും വേദനയും പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും പ്രവാസ ലോകത്ത്, അത് സൗദി അറേബ്യയോ ഖത്തറോ കുവൈത്തോ ഒമാനോ ബഹ്റൈനോ അറബ് ലോകത്ത് ഗൾഫിൽ എത്തിപ്പെടുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ഒരു മഹത്വം, ഒരു അഭിമാനിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊന്നും നിഷേധിക്കാൻ ആർക്കും സാധിക്കൂല. കാരണം ഒരു സെന്റ് ഭൂമിയില്ലാത്തവൻ, ഒരു ഉറുപ്പ്യ വരുമാനമില്ലാത്തവൻ ഇവിടെ വരുമ്പോൾ ആ കുടുംബത്തിനൊരു പ്രൗഢി ഉണ്ടാവുകയാണ്. അതൊരു വലിയ കാര്യമാണ്. അതായത് ഈ ഭൂമിയിലെ ഓരോ ആളുകളോടും അള്ളാഹു ഔദാര്യം കാണിക്കുന്നു എന്നതിന് ഏറ്റവും വലിയൊരു തെളിവാണ്. അപ്പോൾ പ്രവാസ ലോകത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ഏതെങ്കിലും ട്രാവൽ ഏജൻസിയെ സമീപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയം മോഹന സുന്ദര വാഗ്ദാനങ്ങൾ പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ കാരണം ഞാനിപ്പോൾ ജബ്ബാർ സാഹിബ് വരുന്ന സമയത്ത് ഇതൊരു ഒഫീഷ്യലി ആവണമെന്ന് വെച്ചാൽ ഞാൻ പെരിന്തൽമണ്ണയുള്ള നമ്മുടെ ഷാനു എന്ന് പറയുന്ന ഗ്രീൻ ജോബിൻ്റെ MD വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ലത്തീഫ് ഖാ അത് വളരെ സിമ്പിളാണ്. അതായത് ഈ വരുന്ന വ്യക്തിയുടെ ബയോഡാറ്റയിൽ അദ്ദേഹത്തിൻ്റെ ജോലിയും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ബയോഡാറ്റയുമായി ഞങ്ങളെ സമീപിച്ചാൽ ആ ബയോഡാറ്റ നോക്കി തന്നെ ഞങ്ങൾക്ക് അദ്ദേഹത്തെ സെലക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കുമ്പോൾ ആ പരസ്യം കണ്ടിട്ട് എന്ത് ചെയ്യും, സബ് കോൺട്രാക്ടർമാർ, മാൻ പവർ സപ്ലൈ കമ്പനിമാർ, ഏജന്റുമാർ അത് പകർത്തിയിട്ട് പറയും നിങ്ങൾക്ക് നാളെ ഞങ്ങൾ കൊണ്ടുതരാം. എന്നിട്ട് ഇവരോട് പറയും നിങ്ങൾ പാസ്പോർട്ട് കോപ്പി ആക്കൂ, നിങ്ങൾ എഗ്രിമെന്റിന്റെ പേപ്പർ ഞങ്ങൾ തരാം, നിങ്ങൾ അഡ്വാൻസ് തരണം എന്ന് പറഞ്ഞ് ആളുകളെ പ്രലോഭിപ്പിക്കുന്ന മോഹിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. ഇവിടെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഒരു വിസ കിട്ടിക്കഴിഞ്ഞാൽ ആ വിസ ജെന്യൂൻ ആണോ എന്ന് അറിയണം. അതിനറിയാൻ നല്ല സംവിധാനങ്ങളുണ്ട്. 2 രീതിയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മളെ നാട്ടിൽ എമിഗ്രന്റ് പ്രൊട്ടക്റ്റന്റ് ഓഫീസർമാരുടെ 2 ഓഫീസുണ്ട്. ഒന്ന് ശരിക്ക് കൊച്ചിയിലും ഉണ്ട്, അതുപോലെ തന്നെ ഒന്ന് തിരുവനന്തപുരത്തും ഉണ്ട്. ഇവിടെ ഈ വിസന്റെ കോപ്പി കൊടുത്താൽ ഒറിജിനൽ കഫീലാണോ, ഒറിജിനൽ കമ്പനിയാണോ, ബ്ലാക്ക് മാർക്ക് ഉണ്ടോ അറിയാൻ പറ്റും. 1. 2, ഇപ്പോൾ സൗദി അറേബ്യയിൽ ജബ്ബാർ സാഹിബിനെ പോലെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് അയച്ചു കൊടുത്താൽ നമുക്ക് അന്വേഷിച്ചിട്ട് ഈ കമ്പനി നല്ലതാണോ എന്ന് പറഞ്ഞു കൊടുക്കാൻ. 3, ഈ ട്രാവൽ ഏജൻസി തന്നെ, ട്രാവൽ ഏജൻസി നല്ല ഡെപ്യൂട്ടഡ് ആയ ഇപ്പോൾ ഗ്രീൻ ജോബ് പോലെ അതുപോലെ തന്നെ മിർസ ട്രാവൽസ് പോലെയുള്ള ഒരുപാട് നല്ല ട്രാവൽസുകളുണ്ട്. അവരെ സമീപിച്ചാൽ ക്വാളിഫൈഡും എഡ്യൂക്കേറ്റഡും ഉണ്ടെങ്കിൽ അവർ പറ്റുന്ന തസ്തികയിലേക്ക് പറഞ്ഞേക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രയാണ്, എനിക്കൊരു ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ എനിക്ക് എത്ര മണിക്കൂറാണ് ജോലി, 10 ആണോ 12 ആണോ 8 ആണോ, വെള്ളിയാഴ്ച എനിക്ക് ലീവ് ഉണ്ടോ, 2 കൊല്ലത്തെ കഴിഞ്ഞ വെക്കേഷൻ കിട്ടുമോ, റൂമുണ്ടോ, ഫുഡ് നമ്മൾ സ്വന്തം ഉണ്ടാക്കണോ, മെഡിക്കൽ ഉണ്ടോ, ശമ്പളം കൃത്യം. ഇത് എനിക്ക് എന്തെങ്കിലും പിന്നെ അവിടുന്ന് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ഫെസിലിറ്റി ഉണ്ടോ? അവിടെ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് സൗദി അറേബ്യയിലൊക്കെ ഇപ്പോൾ കണ്ടുവരുന്ന, ഞാൻ 36 വർഷമായി. ഈ 36 വർഷമായ എൻ്റെ കമ്പനിയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 10-30,000 സ്റ്റാഫ് ഉണ്ട്. ഈ 30,000 സ്റ്റാഫിനും ഇൻഷുറൻസ് എടുക്കുക എന്നൊരു വലിയ ദൗത്യം കമ്പനിക്കുണ്ട്. അപ്പൊ കമ്പനികൾ ചെയ്യുന്ന ഒരു ഹിക്മത്ത് എന്താന്ന് വെച്ചാൽ, രണ്ടുമാണ് നമുക്ക് പറയാം. അവർ ചെയ്യുന്നത് കാരണം മുന്നോട്ട് പോകാൻ വേണ്ടി കോൺട്രാക്റ്റുകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ചെറിയ പിന്നെ പൈസക്കുള്ള ഇൻഷുറൻസ് എടുക്കും. അതിന് വലിയ വാല്യൂ ഉണ്ടാവില്ല. ഹോസ്പിറ്റലുകളിലൊന്നും അത് സ്വീകരിച്ചോളുന്നില്ല. ഇങ്ങനെ കടന്നു പോവാം, ജസ്റ്റ് ഇക്കാമ പുതുക്കാം. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇതിന് ക്ലിനിക്കിലേക്ക് കിട്ടൂ, ഇതിന്റെ ഇൻഷുറൻസിന്റെ പിന്നെ ഗ്രേഡ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ആ ക്ലിനിക്ക് പോകുമ്പോൾ വല്ല പെരഡോളും ഫെവിഡോളും അഡോളും തന്നിട്ട് നമ്മളെ തൽക്കാലാണോ, പിന്നെ ഒരു ഓപ്പറേഷനോ സർജറിയോ ഒക്കെ വരുമ്പോൾ അവർ റെഫർ ചെയ്യും. അപ്പൊ ഇൻഷുറൻസ് റിജക്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതില് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പിന്നെ വിസ ഒരു ഒറിജിനലാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള വഴികളാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് പിന്നെ 2 രീതിയിലുള്ള ആളുകളാണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നത്. അൽഹംദുലില്ലാ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ, ഞാൻ ആ വിഷയത്തിലേക്ക് പിന്നെ വരാം, ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ നല്ലോണം വരുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക്. അവരെ സംബന്ധിച്ചോളം അവരുടെ പ്രൊഫഷനും കാര്യങ്ങളും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ജോലി കിട്ടും അല്ലേ. അവർക്കും പിന്നെ ഉപയോഗിക്കാവുന്ന മെത്തേഡുകളാണിത്. അതായത് ഈ 2-3 വഴികളിലൂടെ അവർ വരുന്ന ഏരിയ, വരുന്ന കമ്പനി ഒക്കെ പിന്നെ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. ഇനി സാധാരണക്കാരനായ ആളുകളുണ്ട്, ഹൗസ് ഡ്രൈവർ അല്ലെങ്കിൽ ഏതെങ്കിലും ലേബർ, പിന്നെ ആടിനെ
ഇപ്പോൾ ഈ ആടുജീവിതം പോലെ അത് ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, അതുപോലെയുള്ള ഏതെങ്കിലും ജോലികൾക്കൊക്കെ വരുമ്പോൾ അതും ആ വരുന്നത് കറക്റ്റാണോ എന്നറിയാൻ ഇതേമാതിരി തന്നെ ഇതന്നെയാണ് ഏറ്റവും നല്ലത്. അതായത് ഈ ഓഫർ ലെറ്റർ കിട്ടും. അതായത് ഇപ്പോൾ ഓഫർ ലെറ്റർ ഒന്നും പലരും കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഓഫർ ലെറ്റർ ഇല്ലാതെ വരരുത് നമ്മൾ. അവിടെ ഒരു വിഷയം എന്താ അറിയോ, ഫ്രീ വിസ സമ്പ്രദായത്തിൽ വന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി സൗദി അറേബ്യയൊക്കെ മാറി. എന്താ കാരണം വെച്ചാൽ സൗദിയിൽ നമ്മുടെ MBSന്റെ വിഷൻ അത് അഭൂതപൂർവമായ, ലോകത്തിന് മാതൃകയാക്കാവുന്ന, ഗൾഫിനും അറബ് ലോകത്തും മാതൃകയാക്കുന്ന പുതിയ വിഷനുകളാണ് 2030, 2035. കാരണം ഇവിടെ എക്സ്പോ വരാൻ പോകാം. വേൾഡ് എക്സ്പോ സൗദിയിലാണ് വരുന്നത്, റിയാദില്. എത്ര ലക്ഷം ആളുകൾ വിദേശികൾ വരുന്നു പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് 2034 വരാൻ പോകുന്ന വേൾഡ് കപ്പ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു രാജ്യത്തിന്റെ വ്യവസ്ഥിതി തന്നെ മാറി, ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടു കൂടി പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ തൊഴിൽ സാധ്യതകൾ, മൈഗ്രൻസിന്റെ കടന്നുകയറ്റം നല്ലോണം ഉണ്ടാവും. അപ്പോൾ അവിടെ ലേബർ തൊഴിലാളികളെ വേണം, ടെക്നീഷ്യന്മാരെ വേണം, ക്വാളിഫൈഡായ സൂപ്പർവൈസർമാരെ വേണം, എഞ്ചിനീയേഴ്സിനെ വേണം. അപ്പോൾ തീർച്ചയായിട്ടും വരുമ്പോൾ, ജോലിക്ക് വരുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നു, എന്താണ് എൻ്റെ അവസ്ഥ, എൻ്റെ സ്പോൺസർ എങ്ങനെയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ മുഅസ്സസ എൻ്റെ കമ്പനി അങ്ങനത്തെ ആണ്, എനിക്ക് 12 മണിക്കൂർ ജോലിയാണെങ്കിൽ 2 മണിക്കൂർ റെസ്റ്റ് ഉണ്ടോ, ഇത് ഉറപ്പ് വരുത്താനുള്ള ഒരു ചെറിയ ശ്രമം നമ്മളെ ഭാഗത്തുനിന്ന് നിർബന്ധമായിട്ടും ഉണ്ടാവണം. പാവങ്ങളെ സാധാരണക്കാരൻ എന്ത് ചെയ്യുന്നവരെ എങ്ങനെയെങ്കിലും വിസ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും വേണ്ടില്ല അവിടെ ചെന്ന് നോക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോരരുതെന്നാണ് പറഞ്ഞത്. ഒരിക്കലും. കാരണം അത് ചതിക്കപ്പെടും. കാരണം നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ ഭാഷ, ഇവിടുത്തെ മറ്റു ജനങ്ങളായിട്ടുള്ള മിംഗ്ലിങ്, ഇതൊക്കെ നമ്മളെ മാനസികമായിട്ട് തകർക്കരുത്. അങ്ങനെ തളർന്നാൽ പിന്നെ നമുക്ക് ഒരിക്കലും തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇനിയും സാധ്യതകൾ കുറേ ഉണ്ട് ഇവിടെ. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ അനന്ത സാധ്യതയുള്ള ഒരു രാജ്യം തന്നെയാണ് സൗദി അറേബ്യ. കാരണം നല്ലപോലെ ഇനിയുള്ള 10 വർഷം നമ്മുടെയൊക്കെ പ്രാർത്ഥന അത് തന്നെയാണ്. അതായത് രാജാവിനും അതുപോലെ തന്നെ ഇവിടുത്തെ ശൂറാ മെമ്പർമാർക്കും ഭരണാധികാരികൾക്കും പടച്ചോനെ ദീർഘായുസ് കൊടുക്കണേ, അവരുടെ ദീർഘവീക്ഷണം. കാരണം ലോകത്തിന്റെ ഉത്തുംഗതയിലേക്ക് കുതിക്കുകയാണ് സൗദി അറേബ്യ. അപ്പൊ നമ്മളെ രാജ്യത്ത് ജോലി ഉണ്ടെങ്കിൽ നമ്മൾ വരേണ്ട ആവശ്യമില്ല. പക്ഷെ വരുന്നവൻ ആര് വന്നാലും 2 കൈ നീട്ടി അവരെ സ്വീകരിക്കാൻ ഇവിടുത്തെ പരവതാനി വിളിച്ചിരിക്കാൻ സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ GCCയിലെ മറ്റ് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ തൊഴിൽ പ്രശ്നങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് ഞാൻ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് സന്ദർശിക്കാൻ വേണ്ടി അവസരം കിട്ടി. ഞാൻ ജോലി ചെയ്ത 28 കൊല്ലം ജോലി ചെയ്ത സൗദി യോജർ കമ്പനിയിലെ ബെനിഫിറ്റിന് വേണ്ടി ഞങ്ങൾ നടത്തിയ അഹോരാത്രമായ സമരമുണ്ട്. 11,000 ഇന്ത്യക്കാർ, 45,000 സ്റ്റാഫ്. ഞാൻ ജോലി ചെയ്ത എൻ്റെ 28 കൊല്ലത്തെ ബെനിഫിറ്റ് ഞങ്ങൾ കൂടെ നിൽക്കുന്ന 17 മാസത്തെ ശമ്പളം കിട്ടാതെ പോയി. അത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ നടത്തിയ ഇന്ത്യൻ എംബസിയെ സമീപിച്ചു, ലേബർ ഓഫീസിനെ സമീപിച്ചു, കോൺസുലേറ്റിലേക്ക് പോയി, അപ്പീൽ കോർട്ടിൽ ഇംപ്ലിമെൻറ്റ് പോലെ കോടതിയിൽ നിന്ന് വിധി വന്നിട്ടും കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ നടത്തിയ ചില യാത്രകളുണ്ട്. ഞാൻ സുഷമാ സ്വരാജിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിൽ പോയിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഡൽഹിയിലെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ക്ഷണപ്രകാരം, ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ്റെ ക്ഷണപ്രകാരം, മൈഗ്രേഷൻ ഫോറം ഏഷ്യയുടെ ക്ഷണപ്രകാരം ഞാൻ 2 പ്രാവശ്യം ദുബായിൽ പോയിട്ടുണ്ട്, 2 പ്രാവശ്യം മലേഷ്യ കോലാലംപൂർ പോയിട്ടുണ്ട്, 2 പ്രാവശ്യം നേപ്പാൾ കാഠ്മണ്ഡു പോയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും മറ്റു രാജ്യങ്ങളിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളുമായിട്ട് സമ്മിശ്രമായി സിമ്പോസിയവും സെമിനാർ നടക്കുമ്പോൾ ഇത് പഠിക്കാനും പരിഹരിക്കാനുള്ള യാത്ര. കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ തായ്ലാന്റ് ബാങ്കോക്കിലായിരുന്നു. അതുപോലെ ജനീവ സ്വിറ്റ്സർലാൻഡിലേക്ക് 2 പ്രാവശ്യം എനിക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്. ഇനി വരുന്ന മെയിൽ ന്യൂയോർക്കിലേക്ക്, അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കുന്ന പരിപാടിയിലേക്ക് ഇപ്പൊ ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മളെ ഇന്ത്യയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇതിന്റെ ഒക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ അഡ്വക്കേറ്റ് ജോസ് അബ്രഹാം ഡൽഹി സുപ്രീം കോടതിയിലെ വക്കീലാണ്, അഡ്വക്കേറ്റ് മുരളി കേരളത്തിലെ വക്കീലാണ്. ഞാൻ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാസി ലീഗൽ സെല്ലിന്റെ ഇന്റർനാഷണൽ കോർഡിനേറ്ററാണ്. അപ്പോൾ ഒരു തൊഴിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഖത്തറോ കുവൈത്തോ ഒമാനോ ബഹ്റൈനോ UAE ആയി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചെയർമാനും ഫൗണ്ടറായ ഒരു സംഘടനയുണ്ട് പ്ലീസ് ഇന്ത്യ. അതിന്റെ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഇതെല്ലാം ഡാറ്റകൾ വാങ്ങിയതിനു ശേഷം, അതായത് നോക്കൂ, ഞാൻ പിന്നെ ഡൽഹി സുപ്രീം കോടതിയിലെ വക്കീലന്മാരുടെ NGO ആയ പ്രവാസി ലീഗൽ സെല്ലിന്റെ ഇന്റർനാഷണൽ കോർഡിനേറ്റർ ആയിക്കൊണ്ടിരിക്കെ ഇവിടെ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇതിന് പരിഹാരം കാണാൻ എന്താണ് മാർഗം വെച്ചപ്പോൾ അഡ്വക്കേറ്റ് ജോസ് അബ്രഹാം സാറ് പറഞ്ഞു, തെച്ചി ഒരു കാര്യം ചെയ്യും, നമുക്ക് പിന്നെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാമെങ്കിലും തെച്ചിയുടെ വീക്ഷണം വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഇന്ത്യയിൽ ഒരു നാഷണൽ NGO ആയിട്ട് പ്ലീസ് ഇന്ത്യ രജിസ്റ്റർ ചെയ്തു, പ്രവാസി ലീഗൽ എയ്ഡ് സെൽ പ്ലീസ് ഇന്ത്യ എന്നുള്ള പേര്. ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ലോകത്ത് എവിടെയുള്ള ഒരു ഇന്ത്യക്കാരൻ കുടുങ്ങിയാലും ഞങ്ങളെ ബന്ധപ്പെട്ടാൽ
ഞങ്ങൾ ആ നിമിഷം അത് മലേഷ്യയിലോ തുണീഷ്യയിലോ ഇന്തോനേഷ്യയിലോ ഇനി പിന്നെ ഉക്രൈനിലോ അല്ലെങ്കിൽ ലക്ഷദ്വീപിലോ മാലിദ്വീപിലോ കുടുങ്ങിയാലും ഞങ്ങൾ അറിയിച്ചാൽ ഞങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ ആ ആളുടെ ഡാറ്റകൾ പാസ്പോർട്ട് കോപ്പി ഇക്കാമ കോപ്പി അന്വേഷിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്ലീസ് ഇന്ത്യയുടെ chairman@pleaseindia.org, GCC@pleaseindia.org, ഗ്ലോബൽ പ്ലീസ് ഇന്ത്യ@pleaseindia.org, KSA@pleaseindia.org ഉള്ള വെബ്സൈറ്റിലൂടെ ഇമെയിലൂടെ ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മദാദ് പോർട്ടലിൽ ഈ കേസ് അപ്ലോഡ് ചെയ്യും. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോഴൊരു ഗുണം, ഉക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന UP-കാരനായ മുറാദാബാദ് സ്വദേശിയാണെങ്കിൽ അവൻ്റെ പരാതി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്താൽ ആ ഉക്രൈനിലെ ഇന്ത്യൻ എംബസിയിലേക്ക് കോൺസുലേറ്റിലേക്ക് അവിടെ നിന്ന് മെസ്സേജ് പോകും. അവിടെ നിന്ന് ഈ വ്യക്തിക്ക് കോള് ചെല്ലാൻ, എന്താ നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് എന്ത് പറ്റി, വി റിസീവ് എ കംപ്ലയിൻറ്റ് ഫ്രം ലത്തീഫ് തെച്ചി അല്ലെങ്കിൽ പ്ലീസ് ഇന്ത്യ എന്ന്. അപ്പോൾ ലോകത്ത് ഇന്ത്യക്കാരനായി ആര് കുടുങ്ങിക്കിടങ്ങാലും, നിയമപ്രശ്നങ്ങളിലോ ജയിൽ പ്രശ്നങ്ങളിലോ തൊഴിൽ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ ക്രിമിനൽ കേസിലോ കുടുങ്ങിയാലും അവർക്ക് ഫ്രീ ആയിട്ട് സൗജന്യ നിയമസഹായം ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് പ്ലീസ് ഇന്ത്യ ചെയ്തുകൊണ്ട്. നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി എന്ന മെസ്സേജാണ് വരുന്നത്. ഇനിയും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ട്. ഇൻഷാ അള്ളാ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളോട് നമ്മളിപ്പോൾ 2 എപ്പിസോഡുകൾ കഴിഞ്ഞു. അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നിങ്ങളെല്ലാവരെയും ലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.